ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം ഇത് കൊടൈക്കനാൽ വ്ലോഗിൻ്റെ പാർട്ട് 2 ആണ്. ഞങ്ങളങ്ങനെ ഗുണാക്കേവിൻ്റെയൊക്കെ മണ്ടയ്ക്ക് കയറിയിട്ടുണ്ട്. അപ്പം ഇവിടെ എല്ലാം ഗ്രില്ലിട്ട് അവർ ലോക്ക് ചെയ്ത് വെച്ചൊക്കെയാണ് ആൾക്കാരൊന്ന് താഴെ പോകുമായിരിക്കും. താഴെ പോയി കഴിഞ്ഞിനി ഓരോരുത്തരോടൊന്ന് സുഭാഷി സുഭാഷി എന്നുള്ള വിളിയായിരിക്കും. അതൊന്നും വരാതിരിക്കാനായിട്ട് അവർ ഗ്രില്ലൊക്കെ ഇട്ട് പക്ക പ്രിക്കോഷനൊക്കെ എടുത്ത് സെറ്റാണ്. പിന്നെ അങ്ങോട്ട് കയറുമ്പോൾ തെന്നുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ മേളിൽ കയറി നൈസ് വ്യൂ ആണ് കേട്ടോ മേളിൽ. പിന്നെ കുറേ കുട്ടി ബാനരന്മാരെ അതിൽ ഓടി കിടപ്പുണ്ടായിരുന്നു. അവൻ്റെ ഫോണൊക്കെ തട്ടിപ്പറിക്കും. ഇരിക്കുന്ന കണ്ടോ ഒരു തന്നെ ഒരു പേടിയില്ലാതെ മൂലയ്ക്ക് പോയി. ഇവിടെ എന്തെങ്കിലും താഴെ പോയാൽ തീർന്നില്ലേ? ഓ, താഴോട്ട് വലിയൊരു കൊക്കയോ കുഴി പോലത്തെ സാധനമാണ്. ഇതോ ചാടിപ്പോന്നിരുന്നേ കണ്ടിട്ട് തന്നെ പേടിയായി. പക്ഷേ നൈസ് വ്യൂ ആണ് കേട്ടോ. വാനര പടകൾ പക്ഷേ രസമാണ് കേട്ടോ. ആൾക്കാർ വരുമ്പോഴേ അവർ ഓടിക്കയറും. എങ്ങനെ ഒരു പട്ടിയുണ്ട് അവിടെ. അയ്യോ, അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ കയറിപ്പോകുന്ന വഴിയല്ല ഇറങ്ങി വരുന്നത് വേറെ അതിൻ്റെ ഓപ്പോസിറ്റ് വഴി, വേറൊരു വഴി കൂടെ. അപ്പം ഞങ്ങൾ അവിടുന്ന് ക്ലോസ് ചെയ്യുന്ന സമയത്താണ് ഞങ്ങൾ ഇറങ്ങി പോകുന്നത്. അന്നേരം പെട്ടെന്ന് വണ്ടി എടുത്തുകൊണ്ട് പൊക്കോ, ഇല്ലെങ്കിൽ ഇവിടുത്തെ താഴത്തെ ഗേറ്റ് ക്ലോസ് ചെയ്യുന്നവർ പറഞ്ഞിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വന്ന വഴി മറ്റേ കാട്ടുപന്നിയും ആ സാധനമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളതിനെല്ലാം കണ്ടു. അങ്ങനെ തിരിച്ച് ഞങ്ങൾ കൊടൈക്കനാലിൽ നിന്ന് ഇറങ്ങി ഗുണാക്കേവൊക്കെ കണ്ടിട്ട്. ഇനി ഇവിടുന്ന് നെക്സ്റ്റ് ലൊക്കേഷൻ പൂണ്ടി പോകാം എന്നാലോചിച്ചാണ്ടിരിക്കുന്നത്. പൂണ്ടി പോയി അവിടെ എന്തെങ്കിലും സെറ്റാവുമോ എന്ന് നോക്കണമായിരുന്നു. അങ്ങനെ പൂണ്ടി പോകണം എന്നൊരു പ്ലാനിലാണ് ഞങ്ങൾ ഇറങ്ങിയത്. എന്നിട്ട് ഞങ്ങൾ പൂണ്ടി പോയിട്ട് അവിടെ ഒരു കിണ്ടിയില്ല. പിന്നെ ഞങ്ങൾ തിരിച്ച് കൊടൈക്കനാലിൽ തന്നെ വന്ന് അന്നുകൂടെ അവിടെ സ്റ്റേ അടിച്ച് പിറ്റേ ദിവസം രാവിലെ എണീറ്റ് ഞങ്ങളിങ്ങി പോന്നു. തിരിച്ച് ഞങ്ങൾ തേനി കമ്പം കൂടി കയറി വന്നു. വഴി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബഹളമോ ശല്യമോ ഒന്നുമില്ലാത്ത വഴി. ഫോറസ്റ്റിൻ്റെ അകത്തൂടെ വഴി എടുത്തിട്ടേക്കുന്ന കേട്ടോ. അതുകൊണ്ടാണ് വലിയ ശല്യങ്ങളും മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാത്തത്. അപ്പം നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴി തിരക്കായിരിക്കുമല്ലോ. ഞങ്ങളുടെ ഇവിടെ വലിയ കുഴപ്പമില്ല. പക്ഷേ ഈ ടൗണിലോട്ട് എറണാകുളം പോലത്തെ സിറ്റിയിലോട്ടൊക്കെ ചെല്ലുമ്പോൾ തിരക്കായിരിക്കുമല്ലോ. അങ്ങനെ ഞങ്ങൾ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുന്നതാണത്. ഞാനാണ് നിൽക്കുന്നത്. അച്ചു വീഡിയോ എടുക്കുന്നുണ്ട്. പിന്നെ പാറക്കൂട്ടമൊക്കെയാണ്. പക്ഷേ ഒരു വണ്ടിക്ക് കഷ്ടി പോകാനുള്ള ഗ്യാപ്പേ ഉള്ളൂ. അതായത് ഇപ്പോൾ ഓപ്പോസിറ്റ് വണ്ടി വന്നു കഴിഞ്ഞാൽ സ്ഥലം നോക്കി ഗ്യാപ്പ് നോക്കി വേണം ഒതുക്കാൻ. കണ്ടോ, ഇങ്ങനെയാണ് വണ്ടി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വേറെ ഞങ്ങൾക്ക് കയറിപ്പോകാനോ ഇറങ്ങി വരാനുള്ള ഗ്യാപ്പൊന്നുമില്ല. പക്ഷേ അടിപൊളി വ്യൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കിഡ്ലോസ്കി വ്യൂ എന്ന് പറയുന്നത്. അങ്ങനെ എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുണ്ടായിരുന്ന ഒരു സ്ഥലമാണ് കൊടൈക്കനാൽ. അങ്ങനെ ഞാൻ കൊടൈക്കനാലും പോയി. ഇനിയിപ്പം അടുത്ത ബക്കറ്റ് ലിസ്റ്റിൽ കിടപ്പുണ്ട്. മറ്റേ കൊച്ചി ധനുഷ്കോടി കിടപ്പുണ്ട്. പിന്നെ ഊട്ടി കിടപ്പുണ്ട്. കുറച്ച് സ്ഥലങ്ങൾ ബക്കറ്റ് ലിസ്റ്റിൽ കിടപ്പുണ്ട്. വണ്ടി എടുത്തിട്ട് ഇവിടെ പോകണമെന്നുണ്ട്. ഇത് ഞങ്ങൾ പൂണ്ടി പോയപ്പോഴത്തെ വ്യൂ ആണ്. പൂണ്ടിയിലോട്ട് പോകുമ്പം നമ്മളിങ്ങോട്ടായിരുന്നു ആക്ച്വലി ഇറങ്ങി പോകേണ്ടത്. ഇവിടെയാണ് സ്ഥലങ്ങൾ കാണാനുള്ളത്. ഇത് കണ്ടോ, ഇതുപോലത്തെ വീടും ബിൽഡിങ്ങും. പക്ഷേ ഞങ്ങൾ പോയി ചെന്ന് കയറിയത് വേറൊരു വീട്ടു ലൊക്കേഷനിലോട്ട്. ആ ലൊക്കേഷനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുറേ ചെടിയും താഴ്വാരവും മാത്രം. പിന്നെ അവിടെ കുറച്ച് ഓഫ് റോഡ് ഉണ്ടായിരുന്നു. എൻ്റെ വണ്ടി കൊണ്ട് ഞാൻ ഓഫ് റോഡ് കയറി. പിന്നെ വ്യൂ കണ്ടപ്പോൾ ഞാൻ നിർത്തിയതാട്ടോ. വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടൊരു വീഡിയോ എടുക്കാൻ വേണ്ടി. അടിപൊളി വ്യൂ കണ്ടോ. ആ താഴത്തെ കെട്ടിടം അങ്ങോട്ടായിരുന്നു നമ്മൾ പോകേണ്ടത്. അവിടെ പോയിരുന്നെങ്കിൽ നമുക്ക് മറ്റേ മൊട്ടക്കുന്ന് പോലത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടെ. മൊട്ടക്കുന്നൊക്കെ ഇറങ്ങി ഇത് പൂണ്ടി പോകുന്ന വഴിക്ക് അവർ ക്യാരറ്റ് കൃഷി ചെയ്തിട്ടെടുത്ത് കഴിവണമായിരുന്നു കണ്ടത്. ഇത് എക്സാക്റ്റ് ഞങ്ങൾ പൂണ്ടി ചെന്നിട്ട് അവിടുത്തെ ലൊക്കേഷനാണ്. തിരിച്ച് നമുക്ക് വിശക്കുന്നൊക്കെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വിശക്കാൻ തുടങ്ങി വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ. പിന്നെ കൂടെ ഉണ്ടായിരുന്നതിൽ ബാക്കിലിരുന്ന് വന്ന ആളുമാർ രണ്ടും ടയേർഡായിരുന്നു, നിക്കിതയും അടോണയും. അപ്പം വിശപ്പ് തുടങ്ങി. ഞങ്ങളിവിടെ കട തപ്പിയിട്ട് ഇവിടെ ഒരു ചെറിയ കടയുണ്ട്, പക്ഷേ വലിയ വൃത്തിയൊന്നുമില്ല. ഞങ്ങളങ്ങനത്തെ ഒരു കടയിൽ കയറി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഇറങ്ങിയായിരുന്നു. എന്നിട്ട് പിന്നെ ഞങ്ങളിവിടെ എല്ലാം ഒന്ന് കറങ്ങണം എന്ന് തീരുമാനിച്ചു. അപ്പം ഞങ്ങൾ പോയ ലൊക്കേഷൻ മാറിപ്പോയി. ഫസ്റ്റ് ടൈമല്ലേ, ഒരു കുന്തം അറിയത്തില്ലാതെ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് വന്ന് തിരിച്ച് കൊടൈക്കനാൽ സ്റ്റേ അടിച്ച് അടുത്ത ദിവസം ബോട്ടിങ്ങിന് പോയതാണിത്. അതായത് കൊടൈക്കനാൽ ലേക്കിൻ്റെ അടുത്ത് തന്നെയായിരുന്നു ഞങ്ങളുടെ റൂമെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം റൂമിൻ്റെ അടുത്തുനിന്ന് ഒരു നടക്കാനുള്ള ദൂരമേ ഉള്ളൂ ലേക്കിലോട്ട്. അപ്പം ഞങ്ങളങ്ങനെ ലേക്കിൽ പോയി. ഞാനും അച്ഛൻ്റെ കൊച്ചും ഉണ്ടായിരുന്നുള്ളൂ. അതിലും അവിടെയും കൂടെ ഷോപ്പിങ്ങിന് പോയി. അന്നേരം അവർ ഷോപ്പിങ്ങിന് പോയ ടൈമിൽ 30 മിനിറ്റ് ചവിട്ടാൻ തരും. അത് 3 പേര് പോകുന്ന ബോട്ടിന് 300 രൂപ. അതിൽ നമ്മൾ ആദ്യം 500 രൂപ കൊടുക്കണം. 200 രൂപ അവർ പോകാൻ നേരത്ത് തിരിച്ച് റീഫണ്ട് തരും. അങ്ങനെയാണ് ഇത്. ഞങ്ങൾ അച്ഛൻ ചുമ്മാ ഇരിക്കുകയാണ്, ഞാനാണ് ചവിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ ചവിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമൊന്നുമല്ല, നല്ല പാടാട്ടോ.
അയ്യോ ചവിട്ടി എൻ്റെ പൊന്നി, ചങ്കൊക്കെ വാ വിളിച്ച് പോവുക എന്ന് പറയുന്ന ഒരു അവസ്ഥയില്ലേ, ആ ഒരവസ്ഥയായിരുന്നു. ചവിട്ടി 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 ഉപ്പാടിളകി. എന്നാൽ അച്ചു ചവിട്ടി തരൂ, അവനിടയ്ക്ക് 2 ചവിട്ടിയെ വിട്ടും, എന്നിട്ട് അവൻ ചുമ്മാ ഇരിക്കും. എന്തോ ചെയ്യാനാന്ന് പറ. പക്ഷേ സംഭവം വൈബായിരുന്നു കേട്ടോ. വേറെ ആൾക്കാർ അവിടെ മറ്റേ 6 പേർക്ക് പോകുന്ന ബോട്ടുണ്ട്, അതിലൊരു ബോട്ട് തുഴയുന്ന ഒരാളൂടെ കാണും. പുള്ളി തുഴഞ്ഞാണ് എല്ലാവരെയും കൊണ്ടുപോയി കാണിക്കുന്നത്. ഇത്രയും ചവിട്ടേണ്ട കാര്യമില്ല. പിന്നെ 2 പേർക്ക് പോകുന്ന സിംഗിൾ ബോട്ട്, 2 പേർക്ക് പോകുന്ന ബോട്ടുണ്ട്, അതായത് 2 പേരും ചവിട്ടി പോകുന്നത്. അതിന് 400 രൂപ എങ്ങാണ്ട. ഇതാണ് വ്യൂ, ലേക്കിൽ നിന്ന് കാണുന്ന വ്യൂ. ആ കെട്ടിടം നിങ്ങൾക്ക് കാണത്തില്ലേ, അത് ചെറുതല്ല പക്ഷെ ഭയങ്കര വലുതാണ്. ഞങ്ങൾ ആ വെള്ളം പൊങ്ങി വരുന്നില്ലേ, അതിൻ്റെ അവിടെ വരെ പോയിട്ടാണ് തിരിച്ചു വന്നത്. അവിടെ വരെ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഞങ്ങളൊരു പരിവായി. ഞാൻ ചവിട്ടുന്നതിൻ്റെ എക്സ്പ്രഷനാട്ടോ, വേറൊന്നുമല്ല. പിന്നെ അങ്ങനെ കാര്യമായിട്ട് പറയാനായിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ സീറ്റ് മാറുന്നുണ്ട്. ഇതിപ്പം ചവിട്ടുന്നതിൻ്റെ എക്സ്പ്രഷനാണ്. ആ ലിവർ, അതായത് ആ ലിവർ ആൻറ്റി ക്ലോക്ക് നമ്മളിപ്പം ഏത് ഡയറക്ഷനിലോട്ട് പിടിക്കുന്നോ ആ ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ബോട്ട് പോകുന്നത്. അപ്പോൾ ആ സൈഡിലോട്ട് ബോട്ട് തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ ഇപ്പുറത്തെ സൈഡിലോട്ട് ബോട്ട് പോകും, ഇപ്പുറത്തോട്ട് തിരിച്ചു പിടിച്ചാൽ അപ്പുറത്തോട്ട് ബോട്ട് പോകും. അങ്ങനെയാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇനി അതങ്ങനെയാണോ എന്ന് അറിയത്തില്ല. ഇത് സെറ്റപ്പ് സാധനം കേട്ടോ, റിവേഴ്സൊക്കെ ഉണ്ട് ഈ വണ്ടിക്ക്. അപ്പം ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. അടുത്ത വീഡിയോയിൽ നമുക്ക് പിന്നെയും കാണാം ഗൈസ്. ചത്ത് ഞാൻ. അപ്പം ബൈ, ഓക്കെ ബൈ.